പ്രൈസ് ദ ലോർഡ്. ഞാൻ വിൽസൺ ചേന്തനാട്ടിൽ. കഴിഞ്ഞ 46 വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം സംഗീതത്തിലൂടെ ചെയ്യുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ എഴുതിയിട്ടുള്ള നിന്ദാനം ഞാൻ അനുഭവിച്ചു എന്നുള്ള ഗാനത്തെക്കുറിച്ച്, ഗാനോൽപ്പത്തിയെക്കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1981 ഈ ഗാനം ഞാൻ രചിക്കുന്നത്. അന്ന് ഞാൻ എൻ്റെ വീടിനടുത്താണ് കോടുകുളഞ്ഞി എന്നൊരു സ്ഥലം. ഞാൻ ചെങ്ങന്നൂർ സ്വദേശിയാണ്. ഇവിടുന്ന് 7 കിലോമീറ്റർ ദൂരമുള്ളൂ. അവിടെ ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സുവാർത്ത സമിതി എന്നാണ് അതിൻ്റെ പേര്. അത് ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഡോക്ടർ ജോർജ് തരകൻ എന്നൊരു ദൈവദാസൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനെ ഞാൻ ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഞാൻ ആഴ്ചയിൽ 2 തവണ അവിടെ ഗിറ്റാർ പഠിപ്പിക്കാനായിട്ട് ആ വീട്ടിൽ ചെല്ലും. ഒരു തവണ അവിടെ ചെല്ലുമ്പോൾ മോൻ അവിടെ ഇല്ല, ഗിറ്റാർ അവിടെ വെച്ചിട്ട് മോൻ പുറത്തേക്ക് പോയിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവൻ്റെ റൂമിൽ അവൻ്റെ ഗിറ്റാർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മേജർ കോഡ് 3/4 റിതം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ മനസ്സിന് വളരെ ഖേദവും പ്രയാസമുള്ള ചില ദിവസങ്ങളായിരുന്നു. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ പാട്ടിൻ്റെ കോറസ്, യേശുവേ എൻ ദൈവമേ നീ എനിക്ക് എല്ലാറ്റിനും മതിയായവൻ, ഈ അർത്ഥമുള്ള കോറസാണ് ആദ്യം ഞാൻ പാടുന്നത്. ഞാൻ ഗിറ്റാർ പ്ലേ ചെയ്തുകൊണ്ട് പാടുകയാണ്. കാരണം അങ്ങനെ പാടാനുള്ള കാരണം, ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെടുകയാണ്. ആ ആകുലചിന്ത എന്നെ ആ ദിവസങ്ങളെല്ലാം അലട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ അതെൻ്റെ മനസ്സിലിങ്ങനെ എപ്പോഴും ഒരു പ്രയാസമായിട്ട് എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ പാട്ട് ഞാൻ രചിച്ചത്. എനിക്ക് കിട്ടിയ ആ വരികളുടെ പൂർണ്ണത ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അനുപല്ലവി സ്റ്റാൻസസ് എല്ലാം എഴുതുവാൻ ഇടയായിത്തീർന്നു. ആ ആഴ്ചയിൽ തന്നെ ഞാനന്ന് വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ, അവിടെ എല്ലാ ആഴ്ചയിലും 2 സുവിശേഷ യോഗങ്ങൾ നടക്കാറുണ്ടായിരുന്നു, ചൊവ്വ അതിൻ്റെ വ്യാഴം. ഒരു ദിവസം ആ ആഴ്ചയിൽ തന്നെ ഈ പാട്ട് ഞാനവിടെ പാടുകയുണ്ടായി. പാടിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ അഭിനന്ദിച്ചു, നല്ല പാട്ടാണെന്ന് പറഞ്ഞു. ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ഈ പാട്ട് എവിടെ നിന്നാണ് ഇങ്ങനെ കാര്യങ്ങളിൽ എൻക്വയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രചിച്ച പാട്ടാണ് എന്ന് പറയുകയുണ്ടായി. ആ സമയത്ത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പറഞ്ഞു, പാട്ട് നല്ലതാണ്, ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിന് ഇത് യോജിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരഭിപ്രായം എന്നോട് പറഞ്ഞത്. ആ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ ഗൗരവം ഞാൻ അപ്പോഴാണ് ചിന്തിക്കാൻ തുടങ്ങിയത്. കാരണം 1 മാസം കൂടെ ഇവിടെ ജോലിയുള്ളൂ, ഇനി ഈ ജോലിയില്ല, തുടർന്ന് പോകാൻ പറ്റുന്നില്ല, മറ്റേതെങ്കിലും ജോലിക്ക് അന്വേഷിക്കണമെന്ന് മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് നോട്ടീസ് തന്നിരിക്കുന്ന സമയത്താണ് ഈ പാട്ട് ദൈവം എനിക്ക് തരുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്ക് ദൈവം ഒരു പാട്ട് തന്നു, അത് ഞാൻ എഴുതി അത് പാടിയെന്നേ ഉള്ളെന്ന് പറഞ്ഞു. ആ വരുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലെ ആകുലചിന്ത ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇനി എന്തായിത്തീരും, ഭാവി എന്താകും. ആ ഉത്കണ്ഠ എൻ്റെ മനസ്സിലിങ്ങനെ ആകുലചിന്തപ്പെടുത്തിക്കൊണ്ടു. ഞാനന്ന് വീട്ടിൽ വന്ന് ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, മോനെ ഒരു എഴുത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആ എഴുത്തെന്താണെന്ന് നോക്കിയപ്പോൾ അത് കേരള ഗവൺമെൻറ് സർവീസ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന്, കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ നിന്നും എനിക്ക് ജോലിക്കുള്ള ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചു. ദൈവത്തിൻ്റെ മഹത്വം. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം, നമുക്ക് ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ തീവ്രത എന്താണെന്ന്. എന്നാൽ ഒരു വാതിൽ അടയുമ്പോൾ പുതിയൊരു വാതിൽ തുറക്കുന്നവനാണ് ദൈവമെന്ന് എൻ്റെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ ഇടയായി തീർന്നുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രിയപ്പെട്ടവർ ഈ പാട്ട് ഏറ്റുപാടി ഇന്ന് അതിന് വളരെ പ്രചാരം കിട്ടിയതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിൻ ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ആർദ്രതയും എല്ലാം ഇപ്പോഴും ആ പാട്ട് പാടുമ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും രുചിക്കുവാൻ സാധിക്കുന്നുണ്ട്. എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.